വെൽക്കം ടു ദ കെമിസ്ട്രി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിച്ചിരുന്നത്. നമ്മൾ മനസ്സിലാക്കി ആറ്റത്തിനൊരു പോസിറ്റീവ് ചാർജുള്ള ഒരു കേന്ദ്രമുണ്ട്, അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ഈ ന്യൂക്ലിയസിനകത്ത് രണ്ട് തരത്തിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഒന്ന് പ്രോട്ടോണുകളാണ്, മറ്റൊന്ന് ന്യൂട്രോണുകളാണ്. ന്യൂക്ലിയസിനകത്തുള്ള ഈ രണ്ട് പാർട്ടിക്കിൾസിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ആറ്റത്തിനകത്തുള്ള മറ്റൊരു പാർട്ടിക്കിളായിട്ടുള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള സഞ്ചാരപഥങ്ങളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജുണ്ട്, ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജുണ്ട്, ന്യൂട്രോണുകൾക്ക് ചാർജൊന്നുമില്ല. ഒരു ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളുടെ തുല്യ എണ്ണം ഇലക്ട്രോണുകൾ ആറ്റത്തിനകത്തുണ്ടാകും. എന്ന് വെച്ചാൽ എത്ര പോസിറ്റീവ് ചാർജാണോ ആറ്റത്തിനകത്തുള്ളത് അതിന് തുല്യ എണ്ണം നെഗറ്റീവ് ചാർജും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, ചാർജ് ഇല്ലാത്ത ആളാണ് ആറ്റം. ആറ്റത്തിനെ ആദ്യമായി കണ്ടെത്തിയ അല്ലെങ്കിൽ അറ്റോമിക് തിയറി ലോകത്തിന് മുന്നിൽ പ്രസ്താവിച്ച ജോൺ ഡാൾട്ടൺ പറഞ്ഞത് ആറ്റമാണ് ഏറ്റവും ചെറുത്, അതിൻ്റെ ഉള്ളിൽ ഇനി സബ് ഡിവിഷൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന് ശേഷം വന്ന സയൻറ്റിസ്റ്റുകൾ തെളിയിച്ചു ആറ്റത്തിനകത്ത് വീണ്ടും പാർട്ടിക്കിൾസ് ഉണ്ട്. നിലവിൽ ആറ്റത്തിനകത്ത് 35ഓളം പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ്, 35ഓളം തരത്തിൽപ്പെട്ട പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണിനെ കൂടാതെ ബോസോണുകൾ, ക്വാർക്സുകൾ എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്ന രീതിയിൽ 35ഓളം പാർട്ടിക്കിൾസ് ആറ്റത്തിനകത്തുണ്ട്. എന്നാൽ ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസിലെ പ്രധാനപ്പെട്ട 3 പാർട്ടിക്കിളാണ് ഒന്ന് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിൾസിനെയാണ് അടിസ്ഥാന കണികകൾ, ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്, ദ 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആർ കോൾഡ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. സബ് അറ്റോമിക് എന്ന് പറഞ്ഞാൽ ആറ്റത്തിനകത്തുള്ള 3 പാർട്ടിക്കിൾസിനെയാണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ദേ ആർ ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ എന്ന് പറയുന്നവരാണ് അവ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ അടിസ്ഥാന കണികകൾ എന്ന് വിളിക്കാൻ കാരണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ പ്രപഞ്ചത്തിൽ വൈവിധ്യമാർന്ന എത്രയോ വസ്തുക്കളുണ്ട്, കോടിക്കണക്കിന് വസ്തുക്കളുണ്ട്. എന്നാൽ ഈ വസ്തുക്കളുടെ ഉള്ളിലൊക്കെ ഇറങ്ങി പഠനം നടത്തി നമുക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഇന്നത്തെ സയൻസിൻ്റെ അറിവ് പ്രകാരം 126 മൂലകങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചവും അതിലുള്ള എല്ലാ വസ്തുക്കളെയും ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ 126 തരത്തിൽപ്പെട്ട മൂലകങ്ങളുടെയും അല്ലെങ്കിൽ അവരുടെ ആറ്റങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, അതിനകത്തൊക്കെ ഉള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ ആറ്റത്തിനകത്തൊക്കെ ഉള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സെയിമാണ്. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ പോലെയുള്ളവരാണ് എല്ലാ ആറ്റത്തിനകത്തും. പിന്നെ ഈ ഓരോ മൂലകങ്ങളും ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവരുടെ എണ്ണം ഓരോ ആറ്റത്തിലും വ്യത്യസ്ത രീതിയിലാണ്. ഈ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഓരോ ആറ്റത്തിനും പ്രത്യേക രീതിയിലുള്ള ഘടനയും പ്രത്യേക രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങളും ഉള്ളതിന് കാരണം. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ നമുക്കപ്പോൾ കൃത്യമായിട്ട് പറയാം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവിൻ്റെയും അടിസ്ഥാനം ഈ കണികകളാണ്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന് പറയുന്ന കണികകളാണ്. ഉദാഹരണത്തിന് ഇരുമ്പിനെ എടുത്തു, അതിനകത്തും പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ആണുള്ളത്. സ്വർണ്ണം എടുത്തു, അതിൻ്റെ ആറ്റത്തിനകത്തും പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ആണുള്ളത്. രണ്ട് പേരുടെയും അകത്തുള്ള പാർട്ടിക്കിൾസ് സെയിമാണ്, പക്ഷേ അവരുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കിൾസാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ടാണ് അവരെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിലെ പ്രധാനപ്പെട്ട ആളാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണെക്കുറിച്ച് പഠിക്കാം. ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ ജെ തോംസൺ. ജെ തോംസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇലക്ട്രോണിനെ ആദ്യമായി കണ്ടെത്തിയത്. ഇലക്ട്രോണ് ആ പേര് നൽകിയത് ജോൺസ്റ്റൺ സ്റ്റോണി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. എന്നാൽ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണെന്ന് കണ്ടെത്തിയത് RA മില്ലിക്കൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്.
പ്ലസ് ടുവിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ എക്സ്പെരിമെൻറ്റ്, ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ സഹായത്തോടു കൂടെയാണ് R.A. മില്ലിക്കൺ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ചാർജ് is equal to -1.6022 × 10⁻⁻19 കൂളോം. ഇലക്ട്രോണിൻ്റെ ആ ചാർജ് എന്ന് പറയുന്നത് -1.6022 × 10⁻⁻19 കൂളോം. കൂളോം എന്നുള്ളത് ചാർജിൻ്റെ യൂണിറ്റാണ്. ഇറ്റ് ഈസ് മാസ് is equal to 9.10939 × 10⁻31 കിലോഗ്രാം. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.10939 × 10⁻31 കിലോഗ്രാമാണ്. കിലോഗ്രാമിലുള്ള മാസാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അടുത്ത പാർട്ടിക്കിളാണ് പ്രോട്ടോൺ. ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ ഗോൾഡ്സ്റ്റീൻ. ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് പ്രോട്ടോണെ ആദ്യമായി കണ്ടെത്തിയത്. ചിലയിടങ്ങളിലൊക്കെ റൂദർഫോർഡാണ് കണ്ടെത്തിയതെന്ന് പറയാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രോട്ടോണെ കണ്ടെത്തിയത് ഗോൾഡ്സ്റ്റീനാണ്. പ്രോട്ടോൺ ആ പേര് നൽകിയത് റൂദർഫോർഡാണ്. ഇറ്റ് ഹാവ് എ പോസിറ്റീവ് ചാർജ്. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജാണുള്ളത്. ഇറ്റ് ഈസ് ചാർജ് is equal to +1.6022 × 10⁻⁻19 കൂളോം. പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് +1.6022 × 10⁻⁻19 കൂളോമാണ്. കൂളോമിലുള്ള ചാർജ് ഇലക്ട്രോണും പ്രോട്ടോണും തുല്യമാണ്. എന്നാൽ വ്യത്യാസമുള്ളത് അവരുടെ ഇലക്ട്രോൺ അത് നെഗറ്റീവാണ്, എന്നാൽ പ്രോട്ടോൺ അത് പോസിറ്റീവാണ് എന്നാണ് വ്യത്യാസമുള്ളത്. ഇറ്റ് ഈസ് മാസ് is equal to 1.6726 × 10⁻⁻27 കിലോഗ്രാം. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.6726 × 10⁻⁻27 കിലോഗ്രാമാണ്. കിലോഗ്രാമിലുള്ള മാസാണ്. ഈ മാസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇലക്ട്രോണിൻ്റെ എത്രയോ മടങ്ങ് ഭാരം കൂടുതലാണ് പ്രോട്ടോണ് ഉള്ളത്. അടുത്ത പാർട്ടിക്കിളാണ് ന്യൂട്രോൺ. ന്യൂട്രോണ് ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോണെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇറ്റ് ഈസ് ചാർജ്ലെസ്. ന്യൂട്രോണ് ചാർജ് ഇല്ലാത്ത ആളാണ്. ഇറ്റ് ഈസ് മാസ് is equal to 1.6749 × 10⁻⁻27 കിലോഗ്രാം. ന്യൂട്രോണിൻ്റെ കിലോഗ്രാമിലുള്ള മാസ് എന്ന് പറയുന്നത് 1.6749 × 10⁻⁻27 ആണ്. നമുക്ക് മനസ്സിലാവും ഏതാണ്ട് പ്രോട്ടോണിൻ്റെ മാസ് തന്നെയാണ് ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ചാർജും മാസും കൃത്യമായി പഠിക്കാൻ വേണ്ടി അതിന് ചെറിയ രീതിയിൽ ചുരുക്കി എഴുതിയ രീതിയിൽ ഇവിടെ ഒരു ടാബ്ലർ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1.6 × 10⁻⁻19 കൂളോമാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് സെയിം ആണ്. മൈനസ് എന്നുള്ളിടത്ത് പ്ലസ് ആണ്. +1.66 × 10⁻⁻19 കൂളോമാണ്. ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻⁻31 കിലോഗ്രാമാണ്. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് സെയിം ആണ്. 1.67 × 10⁻⁻27 കിലോഗ്രാമാണ്. പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷോർട്ടാക്കി എഴുതിയതാണ്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ആറ്റത്തിൻ്റെ അടുത്തൊരു പ്രത്യേകതയാണ്. പ്രത്യേകമാക്കപ്പെട്ട 2 നമ്പറുകളുണ്ട് ആറ്റത്തിന്. ഒന്ന് അറ്റോമിക് നമ്പർ എന്ന് പറയും, രണ്ടാമത്തത് മാസ് നമ്പർ എന്ന് പറയും. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ആറ്റങ്ങളെ അല്ലെങ്കിൽ മൂലകങ്ങളെ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ക്രമീകരണം നടത്തിയിരിക്കുന്നത് അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അറ്റോമിക് നമ്പറിൻ്റെ ആ ഓർഡറിലാണ് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്താണ്? നമുക്ക് ആ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ ഒന്നാമതായിട്ടുള്ള ആറ്റായിട്ട് നമുക്ക് ഹൈഡ്രജനെ കാണാൻ പറ്റും. നമ്മളിങ്ങനെ എണ്ണി നോക്കുകയാണെങ്കിൽ നേരെ വലതുവശത്തോട്ട് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് രീതിയിൽ എണ്ണി നോക്കുകയാണെങ്കിൽ 10ാമത് എത്തുന്നിടത്ത് നിയോണിനെ കാണാൻ പറ്റും. 30ാമത് എത്തുന്നിടത്ത് സിങ്കിനെ കാണാൻ പറ്റും. ലോകത്തെല്ലായിടത്തും സെയിമാണ്. ലോകത്തെല്ലായിടത്തും 1ാമത്തെ ആറ്റം ഹൈഡ്രജനാണ്, 10ാമത്തെ ആറ്റം നിയോണാണ്, 30ാമത്തെ ആറ്റം സിങ്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ
ലോകത്തെല്ലായിടത്തും സെയിം രീതിയിലാണ് അറേഞ്ച് ചെയ്യപ്പെട്ടുള്ളത്, സെയിമാണ് ഓരോ ആറ്റത്തിൻ്റെയും നമ്പറുകൾ. അങ്ങനെയാണെങ്കിൽ ഈ ആറ്റത്തിനെ സൂചിപ്പിക്കുന്ന ആറ്റത്തിൻ്റെ നമ്പറായിട്ടുള്ള അറ്റോമിക് നമ്പർ എന്നതിന് ഒരു പ്രത്യേക മാനദണ്ഡം അനുസരിച്ചിട്ടാണ് ആ നമ്പർ കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. അറ്റോമിക് നമ്പർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണോ അതാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഒരു ആറ്റത്തിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി നമ്പറായിട്ടുള്ള അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടോ അതാണ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം ഒന്നാമത്തെ ആറ്റമാണെന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഒരു പ്രോട്ടോണാണുള്ളത്. ഒരു പ്രോട്ടോണുള്ള ആറ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ്റെ നമ്പർ അറ്റോമിക് നമ്പർ 1 ആയത്. 10 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അത് നിയോണാണ്. 30 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അത് സിങ്കാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ അകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണോ അതാണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിൻ്റെ സൂചകാക്ഷരം അല്ലെങ്കിൽ അതിൻ്റെ കോഡ് ലെറ്റർ വരുന്നത് ക്യാപിറ്റൽ ലെറ്റർ Z അല്ലെങ്കിൽ Z ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി ഇവിടെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അറ്റോമിക് നമ്പർ സൂചകാക്ഷരം Z ആണ്. നമ്പർ ഓഫ് പ്രോട്ടോണെ സൂചിപ്പിക്കുന്നത് P ആണ്. അതുകൊണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയും നമ്മൾ P എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. Z is equal to P എന്നാണ് അറ്റോമിക് നമ്പർ എന്താണെന്ന് അറിയാനുള്ള ആ സൂത്രവാക്യം. രണ്ടാമത്തെ ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി നമ്പറാണ് മാസ് നമ്പർ. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം എന്നാണ്. അപ്പം മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത്തെ സൂചിപ്പിക്കുന്ന നമ്പറാണ്. മാസ് നമ്പറിൻ്റെ സൂചകാക്ഷരമാണ് ക്യാപിറ്റൽ ലെറ്റർ A. അപ്പോൾ മാസ് നമ്പർ എങ്ങനെയാണ് കിട്ടുന്നത്? മാസ് നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് പ്രസൻറ്റ് ഇൻ എൻ ആറ്റം. ഒരാറ്റത്തിനകത്തുള്ള മുഴുവൻ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തെ കൂട്ടിയാൽ കിട്ടുന്ന തുകയാണ് മാസ് നമ്പർ. അപ്പോൾ ഒരാറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളും ന്യൂട്രോണുകളുടെയും എണ്ണത്തിൻ്റെ തുകയാണ് മാസ് നമ്പർ. ആറ്റത്തിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും സ്ഥിതി ചെയ്യുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്താണ്. എന്ന് വെച്ചാൽ ഒരു ആറ്റത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഭാരമായിട്ടാണ് നമ്മളിവിടെ മാസ് നമ്പറിൽ പറയുന്നത്. അതിന് കാരണമുണ്ട്. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഭാരത്തിന് മുന്നിൽ ഇലക്ട്രോണിൻ്റെ ഭാരം വളരെ തുച്ഛമാണ്. അതുകൊണ്ടാണ് മാസ് നമ്പറിന് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഭാരത്തെ മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ മാസ് നമ്പർ is equal to number of protons plus number of neutrons. That is A is equal to P plus N. A എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. P എന്ന് സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ്. N എന്ന് സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺസിനെയാണ്. അപ്പോൾ ഈ രണ്ട് നമ്പറുകളാണ് ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി നമ്പേഴ്സ്. ഒന്ന് അറ്റോമിക് നമ്പർ, രണ്ടാമത്തത് മാസ് നമ്പർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാസ് നമ്പറിനെ പോലെ തന്നെയാണ് വേറൊരു ഡെഫിനിഷൻ കൂടി നമ്മൾ കാണാറുണ്ട്. അറ്റോമിക് മാസ് എന്ന് പറയാം. അറ്റോമിക് മാസും മാസ് നമ്പറും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കണം. മാസ് നമ്പർ എന്ന് പറയുന്നത് ഭാരത്തെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണ്. അതൊരു വെറും നമ്പർ മാത്രമാണ്. എന്നാൽ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ ഭാരമാണത്. അതിനൊരു പ്രത്യേക യൂണിറ്റ് ഉണ്ട്. അറ്റോമിക് മാസിനെ പറയുന്നത് ഒന്ന് യു എന്ന ഒരു യൂണിറ്റിൽ പറയാറുണ്ട്, അല്ലെങ്കിൽ AMU എന്ന് പറഞ്ഞ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ് പറയാനുള്ളത്. അറ്റോമിക് മാസ് എന്ന് പറയുന്നത് കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ 12 ഭാരം ഒരാറ്റം എത്രയുണ്ടോ അതാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അതൊരു ആറ്റത്തിൻ്റെ കൃത്യമായ രീതിയിലുള്ള മാസ് പറയുന്നതാണ്. അതിന് യൂണിറ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ നമ്പർ ഒരു 1 or 2 ഡിജിറ്റിൽ ഒതുങ്ങില്ല. പോയിൻറ്റുകൾക്ക് ശേഷമൊക്കെ അതിന് അക്കങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് ഹൈഡ്രജൻ്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 എന്നാൽ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1.0008 mu ആണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഒരു ആറ്റം. ഒരു ആറ്റത്തിനെ എങ്ങനെ സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ്.
അപ്പോൾ ഒരു ആറ്റത്തിന് നമുക്കറിയാം 2 ഐഡൻറ്റിറ്റി നമ്പേഴ്സ് ഉണ്ട്, അറ്റോമിക് നമ്പറുണ്ട്, മാസ് നമ്പറുണ്ട്. നമ്മൾ പീരിയോഡിക് ടേബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കോളത്തിനകത്ത് ആറ്റങ്ങളെ അതിൻ്റെ സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ഉദാഹരണത്തിന് ഹൈഡ്രജൻ ആറ്റത്തിന് എച്ച് എന്ന സിമ്പൽ വെച്ചിട്ടാണ് കാണിച്ചിട്ടുണ്ടാവുക, ഓക്സിജന് ഒ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്, സോഡിയത്തിന് Na എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്, അതുപോലെ തന്നെ അലൂമിനിയത്തിന് Al എന്ന അക്ഷരം സൂചിപ്പിച്ചിട്ടാണ്, സിമ്പലാക്കിയിട്ടാണ് പീരിയോഡിക് ടേബിൾ കാണാറ്. പീരിയോഡിക് ടേബിളിലെ ആ ആറ്റത്തിൻ്റെ സിമ്പലിന് താഴെ ഒരു നമ്പർ ഉണ്ടാകും, മുകളിലൊരു നമ്പർ ഉണ്ടാകും. അതാണ് ആ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഒരു ആറ്റത്തിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ആറ്റത്തിൻ്റെ സിമ്പലിൻ്റെ സ്ഥാനത്ത് എക്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എക്സ് എന്നുള്ളിടത്ത് ആറ്റം ഏതാണോ ആ ആറ്റത്തിൻ്റെ സിമ്പിൾ കൊടുക്കണം. ഉദാഹരണത്തിന് ഹൈഡ്രജൻ ആണെങ്കിൽ അവിടെ എച്ച് എന്നായിരിക്കും, ഓക്സിജൻ ആണെങ്കിൽ ആ എക്സിൻ്റെ സ്ഥാനത്ത് ഒ എന്നായിരിക്കും, അതേപോലെ തന്നെ ഇരുമ്പാണെങ്കിൽ Fe എന്നായിരിക്കും. ഇനി അതിൻ്റെ മുകളിലൊരു നമ്പറുണ്ട്, താഴെ ഒരു നമ്പറുണ്ട്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ആ കോളത്തിൽ കാണുന്ന ആറ്റത്തിൻ്റെ സിമ്പലിൻ്റെ മുകളിൽ കാണുന്ന നമ്പർ എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ മാസ് നമ്പറാണ്, ആറ്റത്തിൻ്റെ ഭാരത്തെ സൂചിപ്പിക്കുന്ന നമ്പറാണ് മുകളിലുണ്ടാകുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ അറ്റോമിക് നമ്പറായിരിക്കും. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനിൽ ആറ്റത്തിൻ്റെ സിമ്പൽ ഉണ്ടാകും, സിമ്പലിൻ്റെ താഴെ ഒരു നമ്പർ ഉണ്ടാകും, അത് അറ്റോമിക് നമ്പറായിരിക്കും. സിമ്പലിന് മുകളിലൊരു നമ്പർ ഉണ്ടാകും, അത് ആ ആറ്റത്തിൻ്റെ മാസ് നമ്പറായിരിക്കും. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രജന് താഴെ 1 മുകളിൽ 1 എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ 1, മാസ് നമ്പറും 1. ഓക്സിജൻ താഴെ 8 എന്ന് കൊടുത്തിട്ടുണ്ട്, ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8, മുകളിൽ 16, ഓക്സിജൻ്റെ മാസ് നമ്പർ 16. കാർബണ് അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 12. നൈട്രജൻ അറ്റോമിക് നമ്പർ 7, മാസ് നമ്പർ 14. സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11, മാസ് നമ്പർ 23 ആണ്. ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആറ്റത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ പഠിക്കുന്നത് നമ്മൾക്ക് ഇതുപോലെ ചോദ്യങ്ങൾ തരും, ആറ്റത്തിനെയും അതിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറുമായിട്ട് തരും. എന്നിട്ട് ആറ്റത്തിനകത്തുള്ള ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കാണാൻ വേണ്ടി നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ രീതി, ആറ്റത്തിൻ്റെ സിമ്പിളിൻ്റെ താഴെ ഏത് നമ്പറാണ് മുകളിൽ ഏത് നമ്പറാണ് വരിക എന്ന് പഠിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. ആറ്റത്തിൻ്റെ അകത്തുള്ള അടിസ്ഥാന കണികകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്കറിയാം ആറ്റത്തിനകത്ത് പ്രധാനമായിട്ടും 3 കണികകളുണ്ട്, പ്രോട്ടോണുകളുണ്ട്, ഇലക്ട്രോണുണ്ട്, ന്യൂട്രോണുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും തരികയാണെങ്കിൽ അതിൽ നിന്ന് ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോണുണ്ട്, എത്ര ഇലക്ട്രോണുണ്ട്, എത്ര ന്യൂട്രോണുണ്ട് എന്ന് എങ്ങനെയാണ് കണ്ടെത്തുക? ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണുകളുടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു അറ്റോമിക് നമ്പറാണ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം കാണുക എന്നുള്ളത് അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് പ്രോട്ടോണിൻ്റെ എണ്ണം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു അറ്റോമിക് നമ്പറാണ്. പ്രോട്ടോണെ സൂചിപ്പിക്കുന്നത് P എന്നാണ്, അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്നത് Z എന്ന അക്ഷരം കൊണ്ടാണ്. അതുകൊണ്ട് നമ്പർ ഓഫ് പ്രോട്ടോൺ P ഈക്വൽ ടു Z ആണ്. ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണോ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സിമ്പലിൻ്റെ താഴെ ഏത് നമ്പറാണോ തരുന്നത് അത് തന്നെയായിരിക്കും നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അടുത്തത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു ആറ്റത്തിനകത്തെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണോ അത്രയും എണ്ണം ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ തന്നെയാണ്, അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു Z ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു P ആണ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം കാണാനുണ്ട്, ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടോ അതേ എണ്ണം തന്നെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ സിമ്പലിനെ താഴെ തരുന്ന അതിൻ്റെ അറ്റോമിക് നമ്പർ തന്നെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും അത് തന്നെയാണ്. അടുത്തത് നമ്പർ ഓഫ് ന്യൂട്രോൺസ്.
ആറ്റത്തിൻ്റെ അകത്തുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടെത്തുക? ആറ്റത്തിൻ്റെ മാസ് നമ്പർ തന്നിട്ടുണ്ട്, അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് എങ്കിൽ ആറ്റത്തിൻ്റെ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ കിട്ടുന്ന തുക എത്രയാണോ അതാണ് ന്യൂട്രോണിൻ്റെ എണ്ണം. എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരാറ്റത്തിൻ്റെ അകത്തുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കൂട്ടിയാൽ കിട്ടുന്നതാണ് മാസ് നമ്പർ. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടാൻ മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണിൻ്റെ എണ്ണം കുറച്ചാൽ മതി. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞത് ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പറാണ്. ന്യൂട്രോണിൻ്റെ എണ്ണം n=a - z എന്നാണ്. ആ രീതിയിൽ നമുക്ക് 1-2 ആറ്റങ്ങളുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണുന്നത് എങ്ങനെയാണ് എന്ന് ഒന്ന് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്. ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കാണുന്ന കാൽക്കുലേഷൻ. ഗിവ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ്. താഴെ നൽകിയിരിക്കുന്ന മൂലകങ്ങളുടെ അകത്തുള്ള പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കാണുക അല്ലെങ്കിൽ തരുക. ഒന്നാമത്തത് ഹൈഡ്രജൻ ആറ്റമാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ താഴെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. താഴെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. അതുപോലെ മുകളിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന നമ്പർ അറ്റോമിക് നമ്പറാണ്. മുകളിൽ നൽകിയിരിക്കുന്ന നമ്പർ മാസ് നമ്പറാണ്. അപ്പോൾ അറ്റോമിക് നമ്പർ z=1 എന്ന് തന്നിട്ടുണ്ട്. മുകളിൽ തന്നിട്ടുണ്ട് മാസ് നമ്പർ, അതും 1 ആണ്. മാസ് നമ്പർ =1. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺ എങ്ങനെയൊക്കെയാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്. അറ്റോമിക് നമ്പർ 1 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ p=1 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ തന്നെയാണ്. അറ്റോമിക് നമ്പർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോണും 1 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ തന്നിട്ടുണ്ട് 1, അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് 1. 1 - 1 0. എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ന്യൂട്രോണുകൾ ഇല്ല. പ്രപഞ്ചത്തിൽ ഒരേ ഒരു ആറ്റമാണുള്ളത്. അതിനകത്ത് ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു ആറ്റമുള്ളത് അത് ഹൈഡ്രജൻ ആറ്റമാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മാസ് നമ്പറും അറ്റോമിക് നമ്പറും സെയിം ആയി വരുന്ന ആറ്റം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റമാണ്. ഇനി ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. അത് നോർമൽ ഹൈഡ്രജൻ ആറ്റമല്ല, അത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകളായിട്ട് അറിയപ്പെടുന്നവരാണ്. ഉദാഹരണത്തിന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എപ്പോഴും സെയിം ആയിരിക്കും. അറ്റോമിക് നമ്പർ മാറിയാൽ ആറ്റം മാറും. മാസ് നമ്പർ വ്യത്യാസപ്പെട്ടാലും ആറ്റം വ്യത്യാസപ്പെടില്ല. ഉദാഹരണത്തിന് നോർമൽ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 1 ആണ്. എന്നാൽ അടുത്തൊരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, H തന്നെയാണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 2 ആണ്. എന്ന് വെച്ചാൽ ആ ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഒരു ന്യൂട്രോണും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മാസ് നമ്പർ 2 ആയിരിക്കും. ഇങ്ങനെയുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പിന് പറയുന്ന പേരാണ് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. അപ്പോൾ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പർ ഉണ്ടാവും, മാസ് നമ്പർ വ്യത്യാസപ്പെടുന്ന ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് ഐസോടോപ്പ്. ഹൈഡ്രജൻ്റെ 2 മാസ് നമ്പറായിട്ട് വരുന്ന ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. ഇനി ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് 2 ന്യൂട്രോണുകളുണ്ട് എന്ന് വെച്ചാൽ മാസ് നമ്പർ 3 ആയിട്ട് വരുന്ന ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതിനെ ട്രിഷിയം എന്ന് പറയും. അടുത്ത ഒരു ആറ്റത്തിനെ നമുക്ക് നോക്കാം. അറ്റോമിക് നമ്പർ സോഡിയമാണ് തന്നെടുക്കുന്നത്. സോഡിയത്തിൻ്റെ സിമ്പൽ Na എന്നാണ്. Na എന്ന് വരാൻ കാരണം ലാറ്റിൻ ഭാഷയിൽ സോഡിയത്തിൻ്റെ പേര് നാട്രിയം എന്നാണ്. അതിലെ തുടക്കത്തിലുള്ള 2 അക്ഷരങ്ങളാണ് സോഡിയത്തിൻ്റെ സൂചകമായിട്ട് വന്നത്, Na എന്ന് വന്നത്. താഴെ 11 എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ 11 ആണ്. മുകളിൽ 23 എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ മാസ് നമ്പർ 23 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ 11, മാസ് നമ്പർ 23. നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ തന്നെയാണ്. എന്ന് വെച്ചാൽ 11 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ തന്നെയാണ്. എന്ന് വെച്ചാൽ 11 തന്നെയാണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പറാണ്. മാസ് നമ്പർ 23 എന്ന് തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ 11 എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആറ്റത്തിൻ്റെ
ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 12 അപ്പോൾ സോഡിയം എന്ന് പറഞ്ഞ ആറ്റത്തിനകത്ത് 11 പ്രോട്ടോണുണ്ട്, 11 ഇലക്ട്രോണുകളുണ്ട്, 12 ന്യൂട്രോണുകളുണ്ട്. ഇനി ഇതുപോലെയുള്ള കുറച്ച് ആറ്റങ്ങളുടെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും സിംബോളിക് റെപ്രസെൻറ്റേഷനിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ അതിൽ നിന്ന് ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ട്, എത്ര ന്യൂട്രോൺ ഉണ്ട്, എത്ര ഇലക്ട്രോണും ഉണ്ട് എന്ന് കണ്ടെത്തി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതേണ്ടതാണ്. ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഒന്നാമത് തന്നിട്ടുള്ളത് ഓക്സിജൻ ആറ്റമാണ്. ഓക്സിജൻ ആറ്റത്തിൻ്റെ താഴെ 8 എന്ന നമ്പർ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ 8 അതിന് മുകളിൽ 16 എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ മാസ് നമ്പർ 16. അറ്റോമിക് നമ്പർ Z is equal to 8. അതുപോലെ മാസ് നമ്പർ A is equal to 16. ഇനി നമുക്ക് ഓക്സിജൻ ആറ്റത്തിനുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണെന്ന് കണ്ടെത്താം. നമുക്കറിയാം പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറും തുല്യമാണ്. അറ്റോമിക് നമ്പർ 8. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം 8. അടുത്തത് ഇലക്ട്രോണിൻ്റെ എണ്ണം. ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞത് ഇലക്ട്രോണിനെ E എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറ്. ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞത് ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 തന്നെയാണ്. അല്ലെങ്കിൽ അറ്റോമിക് നമ്പറാണ് എന്ന് വെച്ചാൽ 8 എന്ന് തന്നെയാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണവും 8. ഇനി അടുത്തത് ന്യൂട്രോണിൻ്റെ എണ്ണമാണ് കാണേണ്ടത്. ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ N എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറ്. ന്യൂട്രോണിൻ്റെ എണ്ണം കാണുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പറാണ്. മാസ് നമ്പർ നമുക്കറിയാം ഇവിടെ 16 എന്ന് തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ 8 എന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ന്യൂട്രോണിൻ്റെ എണ്ണം 8 ആകുന്നു. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് ഓക്സിജൻ ആറ്റത്തിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം 8, ഇലക്ട്രോണിൻ്റെ എണ്ണം 8, ന്യൂട്രോണിൻ്റെ എണ്ണവും 8. ഒരുപാട് ആറ്റങ്ങളിൽ അതിനകത്തുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എല്ലാവർക്കും സെയിം ആയിരിക്കും. പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം സെയിം ആയിട്ടാണ് വരിക. നൈട്രജൻ ആറ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം സെയിം ആണ്, 7 എന്നായിരിക്കും. കാർബൺ ആറ്റത്തിന് സെയിം ആണ്. ഒരുപാട് ആറ്റങ്ങൾക്ക് സെയിം ആണ്. എന്നാൽ ഒരുപാട് ആറ്റങ്ങൾക്ക് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണത്തേക്കാൾ വ്യത്യാസപ്പെട്ടിട്ടായിരിക്കും ന്യൂട്രോണിൻ്റെ എണ്ണം ഉണ്ടാവുക. അപ്പോൾ താഴെ നമ്മൾ ഇരുമ്പ് Fe ഫെറം അറ്റോമിക് നമ്പർ 26, മാസ് നമ്പർ 56. അതുപോലെ തന്നെ മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12, മാസ് നമ്പർ 24. അതുപോലെ തന്നെ നാലാമത്തത് യുറേനിയം അറ്റോമിക് നമ്പർ 92, മാസ് നമ്പർ 238. ഈ ആറ്റങ്ങളുടെ അല്ലെങ്കിൽ ഈ മൂലകങ്ങളുടെ ഉള്ളിലുള്ള പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഗുഡ് ബൈ.